ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനൊന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, എപ്പോഴും ഈ റെസിപ്പി വീഡിയോ ആയാലേ ബോറടിക്കില്ലേ, അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഇത് വെച്ച് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ആ ബെല്ലൈക്കനിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സ്കോഷിൻ്റെ ബോട്ടിൽ വാങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെയുള്ള ഒരു ഞാൻ ആ സ്കോഷ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഈ ബോട്ടിൽ വേസ്റ്റാണ്. അപ്പോൾ ഇത് വേസ്റ്റായി കിടക്കുന്നത് കാരണം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്താലോ എന്ന്. ആ സ്കോഷിന് ഈ വൂളൻ്റെതൊന്നും ഇല്ലായിരുന്നു, ഇത് ഞാനിപ്പോൾ ചെയ്തതാണ്. നമ്മുടെ കയ്യിൽ വൂളൻ്റെ നൂലൊക്കെ ഉണ്ടെങ്കിൽ ഈ മാറ്റൊക്കെ ചെയ്യുന്ന നൂലുകളുണ്ടല്ലോ, പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാനൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്, നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലൊരു ബട്ടർഫ്ലൈ കെട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ ഇല്ലയെന്നുണ്ടെങ്കിൽ വല്ല ഫിസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആയാലും മതി, ഒക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഇത് ഈ ബോട്ടിലിൻ്റെ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് ഇതുപോലെ ഞാനൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ക്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കുറച്ച് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പോട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്താം. ഇത് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്ക്, ഇപ്പോൾ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് സ്റ്റിക്ക് ആയിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സ്റ്റിക്ക് ഉള്ളത് കാരണം ഞാൻ ഇത് എടുത്തത്. എന്നിട്ട് ഇതിൽ വൂളൻ്റെ നമ്മൾ നേരത്തെ ആ പോട്ടിൽ കണ്ട ആ വൂളൻ്റെ നൂലൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇതുപോലെ നമ്മൾ കളർ പേപ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഞാനൊരു പിങ്ക് ഇതുപോലെയുള്ള കളർ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പിങ്ക് കളറാണ് ഞാൻ എടുത്തത്. അതിൽ നമ്മൾ എന്തെങ്കിലും കോഡ്സ് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രീം എന്ന് എഴുതിയിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ എഴുതുക. എന്നിട്ട് ഞാൻ ഒരു ലവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ സ്റ്റിക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ബാക്കിൽ ഇതുപോലെ ഒരു പേപ്പർ കൊണ്ട് ഗം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, ഇതേ ഷേപ്പ് തന്നെ. അപ്പം നമ്മൾ ഈ സ്റ്റിക്കിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതിൽ വൂളൻ്റെ ത്രെഡ് കൊണ്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ, അതിൻ്റെ തണ്ട് ചുറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ ഇത് ഉപയോഗിക്കില്ല, അതുകൊണ്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ സ്റ്റിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ സ്റ്റിക്കൊന്ന് ഈ ഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളൂ. വൈറ്റ് കളർ സ്റ്റിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ലവ് ഷേപ്പിലുള്ള ഇതൊന്ന് മാത്രം അതിൻ്റെ ടോപ്പിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാനൊരു 5 ചെയ്തിട്ടുണ്ട്. അതിന്മേൽ ഓരോന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി വെക്കാം. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ഇതുപോലൊരു ക്ലിപ്പുണ്ട്. അതായത് എനിക്ക് ഈ ഒരു കളറിലുള്ള തന്നെ കിട്ടുകയും ചെയ്ത ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ക്ലിപ്പ്. അപ്പം ഞാൻ ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലുള്ള ഞാൻ ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് അതിൽ കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ് കിട്ടി. അത് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ എന്ത് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പല കളർ പേപ്പർ വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ വേസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് ഇതുപോലെ കട്ടൊക്കെ ചെയ്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ എഴുതിയിട്ട് ഇതുപോലെ നമ്മൾ ചുരുട്ടുക. ഇതുപോലെ ചുരുട്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെയുള്ള ഈ സ്റ്റിക്ക് ഇതിലേക്ക് ഇടുക. നമ്മൾ അതിൻ്റെ ഹൈറ്റിൻ്റെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക.
നമ്മൾ അതിൻ്റെ ഹൈറ്റിൻ്റെ ഓർഡറിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബീഡ്സ് ഇനി ഇതിൻ്റെ ഈ ഹോൾസിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിട്ട് കൊടുക്കുന്ന ഈ അടിയിലുള്ള ഈ ഒരു ഇത് സ്റ്റിക്കിൻ്റെ ഇത് നിൽക്കുന്നത് ബോറായി തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബീഡ്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ കുറച്ച് വലിയ ബീഡ്സും ഉണ്ട്, കുറച്ച് ചെറിയ ബീഡ്സും ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അടിയിൽ നമ്മൾ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള ഈ ഇത് നമ്മൾ ആഡ് ചെയ്യുക. ഇത് ഞാൻ പിങ്ക് കോമ്പിനേഷനാണ് എടുത്ത് ഇതിൻ്റെ ഇടയിലൂടെ ചുരുട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടിയിലോട്ട് നമ്മൾ എല്ലാതും ഇങ്ങനെ ചെയ്തിട്ട് അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ സ്റ്റിക്ക് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടിയിലോട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചു, കണ്ടോ? ഇതിലിങ്ങനെ എല്ലാ സൈഡിലും നമ്മളിത് ഇതുപോലുള്ള പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇതാക്കി കൊടുക്കുക. നമുക്ക് സംഗതി നല്ല ഭംഗിയിൽ ഈ സൈഡിലായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഇത് നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. റോസ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അടിയിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് സംഗതി ഇത് നല്ല ക്ലിയർ ഉണ്ട്, പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ക്ലിയർ കിട്ടുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതുപോലെ വേറൊരു ഐറ്റം ചെയ്തിട്ടുണ്ട്. ഇത് സ്മൈലീസിൻ്റെ ആണ് ഞാൻ ചെയ്തത്. സ്മൈലീസ് യെല്ലോ കളർ പേപ്പർ വെച്ചിട്ടാണ് സ്മൈലീസ് ചെയ്തത്. ഇത് ഞാൻ സ്കോഷിൻ്റെ ബോട്ടിൽ മറ്റേൻ്റെ പോലെ ഗ്ലാസ് പൊട്ടുന്നതല്ല, ഇത് പ്ലാസ്റ്റിക്കിന് നമ്മൾ ഫിസേൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതുപോലെ കുറേ സ്മൈലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വൂളൻ്റെ നൂല് പല ഇതിലും ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ രണ്ട് ഇതും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.